വെയില് വെയിലിനെ മുട്ടി നിന്ന തണല് തണലില് തൊട്ട് തൊട്ട് കുടില്. പൊന്ന ദൈവമേ, ഈ അപ്പൂപ്പനത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഇനി നോക്കാൻ ഒരു സ്ഥലം എനിക്ക് ബാക്കിയില്ല. എന്റെ അപ്പൂപ്പനെ കണ്ടോ, എന്റെ അപ്പൂപ്പനെ കണ്ടോ, എന്റെ അപ്പൂപ്പനെ കണ്ടോ. ഹലോ ഹലോ മാമാട്ടിക്കുട്ടിയമ്മ, എന്താണ്? അയ്യോ, ഞാൻ മാമാട്ടിക്കുട്ടിയമ്മയല്ല, ആമാടെ ഓമന. ഓമന ചേച്ചി, എന്താണ് കിടന്ന് ബഹളം ഉണ്ടാക്കണത് ഇവിടെ? എന്റെ അരുമയ്ക്കരുമ എന്റെ അപ്പൂപ്പനെ കാണുന്നില്ല കേട്ടോ. അത് വയസ്സായ ആൾക്കാരല്ലേ, പുറത്തു പോയി കാണും, വരും, വിഷമിക്കണ്ട. അതെന്താന്നറിയോ, അപ്പൂപ്പനെ ചെറുതായിട്ടൊരു സർജറി കഴിഞ്ഞായിരുന്നു. എന്ത് സർജറി? ഓ, അത് ചെറുതായിട്ടൊരു കിഡ്നി ഒന്ന് മാറ്റി വെച്ചു. അയ്യോ, കിഡ്നി മാറ്റി വെച്ചോ? അതെന്താ പറ്റിയത്? എന്റെ അപ്പൂപ്പനെ ഏട്ടാ ഫയർഫോഴ്സിലായിരുന്നു ജോലി. 24 മണിക്കൂറും പുള്ളി വെള്ളത്തിൽ തന്നെയായിരുന്നു. മറ്റു ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ വെള്ളം അടിക്കുമ്പോ പുള്ളി ഇങ്ങനെ 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 കിടന്ന് വെള്ളം അടിക്കും. എന്തോ ചെയ്യാനാന്ന് പറ. അതിനിപ്പോ എന്തോ ഉണ്ടായെന്നറിയോ? ഫുട്ബോൾ മാതിരി ഇരുന്ന കിഡ്നി ഇപ്പൊ പറങ്ങാണ്ടി പോലെ ആയിപ്പോയി. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഒന്ന് കാണുവാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടോ. പറഞ്ഞൂടാ. അയ്യോ, ഇതാരും മീനാക്ഷി മോളോ? സുഖം തന്നെയാണോ? ചേച്ചിക്ക് സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കണ കുഞ്ഞെ. അപ്പൂപ്പൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തപ്പി നോക്ക്. അല്ലെ ഫോണല്ലേ ഇരിക്കുന്ന, വിളിച്ചു നോക്ക്. അയ്യോ, അത് മോള് പറഞ്ഞത് വലിയൊരു കാര്യാട്ടോ. ഹലോ, സിത്താര ലേഡീസ് ഹോസ്റ്റൽ അല്ലേ? ഞാൻ ആമാടെ ഓമന. എന്റെ അപ്പക്കുട്ടൻ അങ്ങോട്ടെങ്ങാണ് വന്നായിരുന്നു. എന്റെ മുത്തച്ഛൻ വന്നില്ലേ? ഓ ശരി, അവിടെ എങ്ങും ചെന്നിട്ടില്ല മോളെ. ഒരു സ്ഥലവും കൂടിയുണ്ട്. ഹലോ, അക്കരെ കടവില് സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന ചേച്ചിയാണോ? എന്റെ അപ്പൂപ്പനെങ്ങാണ് അവിടെ കണ്ടോ കുളിക്കടവില്? അവിടെ ആ പുല്ലൊന്ന് മാറ്റി ഒന്ന് നോക്കി ചേച്ചി, അതിന്റെ ഇടയിലെങ്ങാനും കാണും. ഇല്ലേ, ആ പുഴയിലോട്ട് നോക്കിയിട്ട് ഒരു മുതലേട ഫിഗറും ചെയ്തോണ്ട് ആരെങ്കിലും കിടപ്പുന്നുണ്ടോ നോക്കിയേ. ഇല്ലേ? ആ, എന്നാ ചേച്ചിമാര് സേഫാ വെച്ചോ. ഞാനിപ്പോ സേഫ് അല്ലാത്ത. എന്ത് ചെയ്യും ദൈവമേ. ഇനി എന്റെ അപ്പൂപ്പനെ ഞാൻ ഇത് എവിടെ പോയി നോക്കാം? എന്റെ ഫ്ലൈറ്റ് ഒന്ന് മിസ്സാവും. എന്റെ പൊന്ന് ദൈവമേ, എന്റെ അപ്പൂപ്പൻ എനിക്ക് ജീവനോടെ തിരിച്ചു തന്ന 1008 പളനിപ്പടി ചവിട്ടി നാക്കേല് ശൂലം കുത്തി കയറ്റി കാവടി എടുപ്പിച്ചേക്കാമേ എന്റെ ദൈവമേ. ആ ആഗ്രഹം നിന്റെ മനസ്സിരിക്കത്തോളേ. എന്ത് പ്രശ്നം? എവിടെ പോയതാ? ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ഭാരതപ്പുഴയിൽ പോയി നിന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച്. നിർത്ത്. കുളിസീൻ കാണാൻ പോയെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. എന്റെ അച്ഛനെ ഇതിലോട്ട് വലിച്ചെടച്ചിടണ്ട. ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച അപ്പവും മുട്ടക്കറിയും എന്തേ? എടി, നമ്മുടെ ആ ഗിരിജയുടെ മോള് 7ാം മാസത്തിൽ നിൽക്കുകയാണ്. അവള് ഇന്നോ നാളെയോ എന്ന് പ്രസവിക്കുക. അവളെ കൊച്ചിച്ചിരി ആരോഗ്യമുള്ളതാവട്ടെ, അവൾക്ക് എടുത്ത് കൊടുത്തു. ഞാൻ 250 രൂപ കൊടുത്ത് ഹോർലിക്സ് അതിനകത്ത് മാറ്റി വെച്ചിരുന്നു. അതെന്തേ? നമ്മുടെ ആ സുഷമ്മയുടെ മോള് 8ാം മാസത്തിൽ നിൽക്കുകയാണ്. അവളും നല്ല രീതിയിൽ പ്രസവിക്കണമെന്ന് വിചാരിച്ചു അവക്കെടുത്ത് ഞാൻ അങ്ങ് കൊടുത്ത്. ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ബദാമും എവിടെ? നമ്മുടെ ഭവാനിയുടെ മോള് 9ാം മാസത്തിൽ നിൽക്കുകയാണ്. അവക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? നല്ല കൊച്ചു വേണ്ടേ? അവക്കെടുത്ത് ഞാൻ അങ്ങ് കൊടുത്ത്. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നോട് ചോദിക്കൂ. നിങ്ങൾ എന്റെ അപ്പൂപ്പനാണോ അതേ ഗൈനക്കോളജിസ്റ്റ് ആണോ? ഒരുമാതിരി പറയരുത്. അപ്പൂപ്പ അലമൊന്നും ഉണ്ടാക്കുന്നില്ല മോളെ. അലമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് മീനാക്ഷിനെ അറിയോ? ഏത് മീനാക്ഷി? ആ ഫ്ലവേഴ്സ് ചാനലിൽ ഇത് ഐറ്റം വേറെ പറയുന്ന ഒരു പ്രോഗ്രാമിനെ കണ്ടിട്ടുണ്ടോ? അതിലെ ആങ്കർ മീനാക്ഷി. അറിയോ? ആ, എന്നാ അവൾ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത്? ഇനി അവളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നു. ഓഹോ, ആ, അനിയത്തിക്കുട്ടി അങ്ങനെ പറഞ്ഞു. അനിയത്തിക്കുട്ടിയാ? അവളെ കേസ് കൊടുക്കണ ഇടി കൊണ്ട് ഞാൻ ചുരുണ്ടു. അതുകൊണ്ട് പറഞ്ഞാണ്, ചുമ്മാ വിളിച്ചാണ്. അകത്ത് ഞാൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയെടുത്ത് തിന്ന്. ഓ, അപ്പൊ സരസ്വതിക്ക് കൊടുക്കാനുള്ളതായി. അവൾ ആട്ടിയിട്ട് പോയ ആട്ട് കേട്ടോ. എന്റെ ആത്മാവ് താണ്ട് എന്റെ മുന്നിൽ നിന്ന് കൊഞ്ഞനം കുത്തുന്നു. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൽ കാവലിൻ നൂലിഴ. ആരാ? മകനാ. വർക്കല സുശീല, കൊട്ടാരക്കര രമണി, നെവർ. കാസർഗോഡ് സരള. ഒരിക്കലുമല്ല. Then I am quit. ആരാ ഇവരൊക്കെ? സ്റ്റുഡൻസാ. ആരുടെ? ആരുടെയൊക്കെയോ
അല്ല എനിക്ക് മനസ്സിലായില്ല ആരാണ് എന്റെ അച്ഛൻ ഈ വയറ്റിനകത്തോട്ട് പറയുന്നടാ അയ്യോ ആരെങ്കിലും കേട്ടോ എന്താണ് നീ പറയുന്നത് എന്റെ അച്ഛന്റെ തുടുപ്പ് നിങ്ങളിലുണ്ട്. എന്റെ അമ്മേ എനിക്ക് ആ പാടെ 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ പിന്നെ എങ്ങനെ ഇവന്റെ അച്ഛന്റെ ഉടുപ്പ് എന്റെ ഉടുപ്പല്ല തുടുപ്പ് എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല